ഒരു രാജ്യമുണ്ടാക്കാൻ എത്ര സ്ഥലം വേണ്ടിവരും? ഇവിടെ ഒരാൾ 2 തൂണുകൊണ്ട് മാത്രം രാജ്യമുണ്ടാക്കിയ കഥ. 2ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഉണ്ടാക്കിയ ഒരു പഴയ നേവൽ ഫോർട്ട്. യുദ്ധം കഴിഞ്ഞപ്പോൾ ആരും തിരിഞ്ഞു നോക്കാതെ അതങ്ങനെ കടലിൽ കിടന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങളാകെ അങ്ങ് മാറി. 1967 റോയ് ബേറ്റ്സ് എന്നൊരാൾ സ്വന്തമായി ഒരു റേഡിയോ സ്റ്റേഷൻ തുടങ്ങാനായി ആ നേവൽ ഫോർട്ടിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെ എത്തിയ റോയ്ക്ക് മറ്റൊരു ഐഡിയ കിട്ടി. എന്തിനാണ് ഈ റേഡിയോ സ്റ്റേഷൻ? നമുക്ക് ഇതിനങ്ങ് സ്വന്തമായി ഒരു രാജ്യമാക്കിയാലോ എന്ന്. അങ്ങനെ അയാൾ സ്വന്തം രാജ്യം പ്രഖ്യാപിച്ചു. ചുമ്മാ പറച്ചിൽ മാത്രമല്ല, അയാൾ അതിനുവേണ്ടി സ്വന്തം ഫ്ലാഗും കറൻസിയും പാസ്പോർട്ടും വരെ സ്വന്തമായി ഉണ്ടാക്കി. അതിലും അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു ചെറിയ ജയിലുണ്ട്. 1978 ഒരാൾ ഈ സീലൻഡിനെ പിടിച്ചെടുക്കാൻ നോക്കി. പക്ഷേ അയാളെ പിടിച്ച് ആ ജയിലിനകത്ത് ഇട്ടു 2 ആഴ്ചകളോളം. ഈ രാജ്യത്ത് നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ ലിഫ്റ്റോ സ്റ്റെപ്പോ അങ്ങനെ യാതൊരു കാര്യങ്ങളുമില്ല. ഒരു കയറ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ അതിൽ തൂങ്ങി വേണം കയറാനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്നും ഒരു രാജ്യവും ഈ രാജ്യത്തെ ഒഫീഷ്യലായി അംഗീകരിച്ചിട്ടില്ല. സ്ഥലം എത്ര ചെറുതാണെങ്കിലും ആശയങ്ങളും അതിനായുള്ള ശ്രമങ്ങളുമാണ് ഒരു കാര്യത്തിന് വലിയ വാല്യൂ ഉണ്ടാക്കുന്നതെന്ന് സീലൻഡിന്റെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോടൊരു ചോദ്യം. അവസരം കിട്ടിയ ഇതുപോലെ കടലിന് നടുവിലുള്ള ഒരു കുഞ്ഞു രാജ്യത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേരെ. ഇതുപോലുള്ള ലോകത്തെ വിചിത്രമായ സംഭവങ്ങൾക്ക് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേരെ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.